ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ മാസം പിറന്നു. ഭൂമിയെ ഹരിതാഭയുടെ കൂടെ ചൂടിക്കുന്ന പരിസ്ഥിതി ദിനത്തെ വരവേൽക്കാനൊരുങ്ങി നാട്. പുതുരുത്തിയിൽ കുഞ്ഞുഭൂമിയും തിരക്കിലാണ്. വലിയ ഭൂമിക്ക് കരുതലൊരുക്കാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവം. അന്വേഷണത്തിന് 3-അംഗ സമിതി. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി. ഫ്ളാറ്റിനുള്ളിൽ കഞ്ചാവ് കൃഷി. തിരുവനന്തപുരത്ത് IT കമ്പനി മാനേജർ പോലീസ് പിടിയിൽ. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് വിജയകരമായ മുന്നേറ്റം. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വെറ്റിലപ്പാറ ഭാഗത്തു നിന്നും ആനകളെ തുരത്തി. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതരുടെ സ്പെഷ്യൽ ഡ്രൈവ്. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. ജൂൺ മാസം പിറന്നു. പരിസ്ഥിതി ദിനത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പും നാടെങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമിയെ ഹരിതാഭയുടെ കൂടെ ചുംബിക്കാൻ പുതുരുത്തിയിൽ 2 വയസ്സുകാരി കുഞ്ഞുഭൂമിയും തിരക്കിലാണ്. വലിയ ഭൂമിക്ക് കരുതലൊരുക്കാൻ. കുഞ്ഞു ഭൂമിയും തിരക്കിലാണ്. വലിയ ഭൂമിക്ക് കരുതലൊരുക്കാൻ. പരിസ്ഥിതി ദിനത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് നാടെങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമിയെ ഹരിതാഭയുടെ കുട ചൂടിക്കാൻ പുതുരുത്തിയിൽ 2 വയസ്സുകാരി കുഞ്ഞു ഭൂമിയും തിരക്കിലാണ്. പ്രകൃതി സ്നേഹികളായ പുതുരുത്തി മനക്ക് വീട്ടിൽ അഖിൽ അപർണ ദമ്പതികൾക്ക് ഓമന മകൾക്ക് പേരിടാൻ അധികമൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. സർവ്വചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി എന്ന നാമം കുഞ്ഞിന്റെ പേരായി തിരഞ്ഞെടുത്തു. ജൂൺ മാസാരംഭത്തിൽ തന്നെ ചെടികൾ വീട്ടുപരിസരങ്ങളിൽ നടാനിറങ്ങിയ മാതാപിതാക്കൾക്കൊപ്പം കുഞ്ഞുഭൂമിയും തുള്ളിച്ചാടിയിറങ്ങി. കുഞ്ഞിക്കൈകളാൽ ചെടികൾ നട്ട് വെള്ളമൊഴിച്ച് കൊച്ചുമിടുക്കിയും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രതീകമായി. സ്വന്തമായി വീട്ടുവളപ്പിൽ അടുക്കള തോട്ടമൊരുക്കിയും പൂന്തോട്ടം പരിപാലിച്ചുമെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മാതൃകാ കുടുംബമാണ് ഭൂമിയുടെ മാതാപിതാക്കളുടേത്. ഏകമകളും പ്രകൃതിയെ തൊട്ടറിഞ്ഞ് വളരട്ടെയെന്നും അതുകൊണ്ട് തന്നെയാണ് ജാതിമത ചിന്തകളിൽ വേർതിരിവില്ലാത്ത വിധം ഭൂമി എന്ന പേര് കുട്ടിക്ക് തിരഞ്ഞെടുക്കാൻ കാരണമായതുമെന്നുമാണ് മാതാപിതാക്കളുടെ ഭാഷ്യം. ന്യൂസ് ഡെസ്ക് തനിനിറം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് 3-അംഗ സമിതി. റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് 3-അംഗ സമിതി. റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലിനെയും സർജറി ഓർത്തോ വിഭാഗം മേധാവികളെയുമാണ് അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി. രോഗികളോട് മോശമായി പെരുമാറുന്ന ആരോഗ്യ ജീവനക്കാരെ കൗൺസിലിംഗിന് അയക്കാനും തീരുമാനമുണ്ട്. ഇതുവരെ റിട്ടേൺ പരാതി ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത കണ്ടത്. പരാതിക്കാർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അന്വേഷണത്തിന്റെ വേളയിൽ പറയാം. മുഖം നോക്കാതെ നടപടിയുണ്ടാകും. ഇപ്പോൾ സ്വമേധയാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റാനിരുന്ന രോഗിയുടെ കാലിലായിരുന്നു പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ 61-കാരൻ രാജേന്ദ്ര പ്രസാദിനാണ് ഈ ദുരവസ്ഥ നേരിട്ടത്. ശസ്ത്രക്രിയയിൽ കമ്പിയിട്ട രാജേന്ദ്ര പ്രസാദിന്റെ കാൽ ചെറുമകൻ ഉയർത്തി നോക്കിയപ്പോഴാണ് പുഴുവരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഡ്യൂട്ടിയിലുള്ള നഴ്സിനെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. വാഹനാപകടത്തിലാണ് രാജേന്ദ്ര പ്രസാദിന് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് ഫ്ളാറ്റിനുള്ളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഞ്ചാവ് കൃഷി നടത്തിയിരുന്ന ടെക്നോ പാർക്കിലെ IT കമ്പനി മാനേജർ പോലീസ് പിടിയിൽ. ഹരിയാന സ്വദേശിയായ വിശാലാണ് ശ്രീകാരി പോലീസിന്റെ അറസ്റ്റിലായത്. പ്രതിമാസം 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന പ്രമുഖ IT കമ്പനിയിലെ മാനേജരായ ഇയാൾ സ്വന്തം ഫ്ളാറ്റിലെ കിടപ്പുമുറിയെ കഞ്ചാവ് തോട്ടമാക്കി മാറ്റിയതായാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സംസ്ഥാന വ്യാപകമായി ലഹരിവിരുദ്ധ നടപടികളുടെ ഭാഗമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് പോലീസിന് രഹസ്യവിവരം ലഭിച്ചത്. തുടർന്ന് ശ്രീകാര്യത്തെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 70-ലേറെ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്.
30 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികൾ വിവിധ വലിപ്പത്തിലുള്ള ചെടിച്ചട്ടികളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലുമായാണ് വളർത്തിയിരുന്നത്. പകൽ സമയങ്ങളിൽ IT കമ്പനിയിലെ ജോലിയിൽ മുഴുകിയിരുന്ന വിശാൽ രാത്രിയിലാണ് കഞ്ചാവ് ചെടികളുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് വിൽപ്പന നടത്തി സാമ്പത്തിക ലാഭം നേടുക എന്നതല്ല, പൂർണ്ണമായും വ്യക്തിപരമായ ഉപയോഗത്തിനായാണ് കൃഷി നടത്തിയതെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. കഞ്ചാവ് ഇലകൾ അരച്ച് പാലിൽ കലർത്തി കുടിക്കുന്നതും ചമ്മന്തി രൂപത്തിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതുമാണ് തന്റെ പതിവെന്നും വിശാൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ചെടികൾക്ക് രാസവളങ്ങൾ ഉപയോഗിച്ചിരുന്നില്ലെന്നും ജൈവവളങ്ങൾ മാത്രമാണ് നൽകിയിരുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിക്കെതിരെ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെയാണ് തുരത്തിയത്. അതിരപ്പിള്ളിയിൽ പുഴയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെയാണ് തുരത്തിയത്. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്ത് നിന്ന് ആനകളെ തുരത്താൻ വനം വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത്. പ്രധാനപ്പെട്ട ഒരു ആനത്താരകളിലൊന്നാണ് അതിരപ്പിള്ളി മേഖല. ഇതിലൂടെ ഒറ്റയാനായും കൂട്ടങ്ങളായും കാട്ടാനകൾ സ്ഥിരമായി റോഡ് മുറിച്ച് കടക്കാറുണ്ട്. ഈ റൂട്ടിലൂടെ കടന്നുപോകുന്ന സാധാരണക്കാരായ യാത്രക്കാർ പലപ്പോഴും അത്ഭുതകരമായ രീതിയിലാണ് കാട്ടാനകളുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടാറുള്ളത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റോഡായതിനാൽ വന്യമൃഗശല്യം തടയുന്നതിനും രാത്രികാല യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വനം വകുപ്പ് ജീവനക്കാരും ട്രാഫിക് പോലീസും ഉൾപ്പെടെ ഈ മേഖലയിൽ ശക്തമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകനായ മോഹനൻ എന്നയാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള ഉമീദ്, ഭാര്യ രാധ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വാഴക്കുന്ന് സ്വദേശി സിജോയുടെ വീട്ടിലെ ജോലിക്കാരായ തൊഴിലാളികളാണ് മരിച്ചത്. വീട്ടുടമസ്ഥൻ സിജോ സിംഗപ്പൂരിലാണ്. 4 മാസം മുൻപാണ് ഇരുവരും ജോലിക്കായി എത്തിയത്. വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിലെ കിടക്കയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഔട്ട് ഹൌസിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കവുമുണ്ട്. ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുള്ളതായും പ്രദേശവാസികൾ പറയുന്നു. രാധയുടെ കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. രാധയെ കൊലപ്പെടുത്തിയ ശേഷം ഉമിത് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസമായി ഇവരെ പുറത്തു കാണാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ മുടങ്ങാതെ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.